സാമ്പത്തികമായ ഉന്നമനം നേടുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ ലൈഫ് സ്റ്റൈലിൽ അവൻ്റെ ഫിസിക്കൽ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ന്യൂട്രീഷൻസും ഒരു ഡെയിലി 30 മിനിറ്റിൻ്റെ മിനിമം ആക്ടിവിറ്റീസും അവർ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ സ്ട്രെസ്സ് എന്ന് പറയുന്ന ഒരു സാധനം എവിടെ എപ്പോൾ ഏത് വിധത്തിൽ വന്നാലും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ലയോ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഹോർമോൺസുകളെ ഡീഗ്രേഡ് ചെയ്യും. അവനവൻ്റെ ഉള്ളിൽ പണത്തിനോടുള്ള ഇമേജ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലും ചിന്തകൾ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നത്. ഹോപ്പോ അല്ലെങ്കിൽ ഹോപ്പ് എന്ന് പറയുന്നതായാലും എന്ത് ഘടകമായാലും നമ്മൾ ഇതിനെല്ലാം പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അവനവൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെ എടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. ഒന്നിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് അതിലേക്ക് തന്നെ മുഴുവൻ നമ്മുടെ നോട്ടവും ചിന്തകളും അങ്ങനെ തന്നെ പോവാം. ഈ കിളി പോയി എന്നൊക്കെ പറയില്ലേ, ഈ കിളി പോകുന്നത് നല്ലതാണ്. കടം വീട്ടണമെങ്കിൽ ഫണ്ട് ഫ്ലോ ചെയ്യണം, അത് നടക്കുന്നുണ്ട്. കടവും കൂടുന്നുണ്ട്, അവരുടെ മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കുന്നില്ലേ? ഇവിടെ എന്താണെന്നറിയോ, സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സാധനം പണിയെടുക്കുക. ഈ സ്ട്രെസ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഈ ഹാപ്പി ഹോർമോൺസിനെയൊക്കെ താഴെ കൊണ്ടുപോകും. ഇങ്ങനെ ഹാപ്പി ഹോർമോൺസിനെ ഓരോന്നിനെ താഴെ കൊണ്ടുപോകുമ്പം ബോഡിയിൽ പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് ബ്ലോക്ക് ആവും. ഇത് പറയാനാണെങ്കിൽ ഓരോ ഹോർമോൺസും എന്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. എന്ത് ഫുഡ് കഴിച്ചാലാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മളെ റിക്കവർ ചെയ്യിക്കാൻ സഹായിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു omega-3 എന്ന് പറയുന്ന ഫിഷ് ഓയിൽ അല്ലേ, omega-3 ഫാറ്റി ആസിഡ്സ്, EPA DHA കണ്ടൻറ്റുള്ള ഇത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസിനെ ഓവർകം ചെയ്യാൻ സഹായിക്കും. ബോഡിയിൽ ഏറ്റവും പതുക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റമിനാണ് ഡി. അത് പോയാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. അതിന് സ്ട്രക്ചേർഡ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. ഈ സ്ട്രക്ചേർഡ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാതെ ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി ഉന്നമനം നേടുന്ന ഏതൊരു വ്യക്തിയും, താൽക്കാലികമായിട്ട് സാമ്പത്തിക ഉന്നമനം നല്ല കേട്ടോ, സാമ്പത്തികമായ ഉന്നമനം നേടുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ ലൈഫ് സ്റ്റൈലിൽ അവൻ്റെ ഫിസിക്കൽ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ന്യൂട്രീഷൻസും ഒരു ഡെയിലി 30 മിനിറ്റിൻ്റെ മിനിമം ആക്ടിവിറ്റീസും അവർ വെച്ചിട്ടുണ്ടാകും. ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. 2, സമ്പന്നതയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുടെ നടത്തം വളരെ ബോൾഡായിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും, ആക്റ്റീവായിരിക്കും. ഉണങ്ങി തൂങ്ങിയൊന്നും നടക്കില്ല. ശരിയല്ലേ? അതെ. അവന് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ മറ്റ് സ്ട്രെസ്സുകളുണ്ടാവും, പക്ഷേ അവൻ അതിനെ ഫിനാൻഷ്യൽ സ്ട്രെസ് ആയിരിക്കത്തില്ല അവർ പക്ഷേ അവനെ ഉണ്ടാവുന്നത്. അപ്പോൾ സ്ട്രെസ്സ് എന്ന് പറയുന്ന ഒരു സാധനം എവിടെ എപ്പോൾ ഏത് വിധത്തിൽ വന്നാലും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ലയോ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഹോർമോൺസുകളെ ഡീഗ്രേഡ് ചെയ്യും. ഹോർമോൺസുകളെ ഡീഗ്രേഡ് ചെയ്യാൻ കാരണമാകുന്ന ശാരീരിക അവസ്ഥകൾ ബോഡിയിൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ തോട്ട് പ്രോസസ്സ് ഡീഗ്രേഡഡ് ആവും. അവൻ്റെ തോട്ട് പ്രോസസ്സ് ഡീഗ്രേഡഡ് ആയാൽ പിന്നെ എങ്ങനെ അവന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും? തീർച്ചയായിട്ടും 150% ഇതിനെ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുന്ന സാധനത്തിൽ കയറി പണിയെടുത്തത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് പഠിക്കാം, തിയററ്റിക്കലി പഠിക്കാം ഉറപ്പായിട്ടും. 2, അവൻ്റെ ലൈഫിലെ അവനവൻ്റെ ഉള്ളിൽ പണത്തിനോടുള്ള ഇമേജ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. അത് മാറ്റലെന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് കൊണ്ടുവരേണ്ട പ്രോസസ്സുകളാണ്. ഇനി ഇതിനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം, അല്ലേ? ഉറപ്പായിട്ടും പറ്റും. 2, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വേണ്ട സഫീഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് പണി അതാ, ബോഡി സെറ്റാക്കുക. ബോഡി സെറ്റാക്കാൻ ഞാൻ ജിമ്മിൽ പോകാനൊന്നും പറയുന്നൊന്നുമില്ല. ഒരു ദിവസം 30 മിനിറ്റ് നടക്കാം. 2, അവൻ്റെ ബോഡിക്ക് നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന ബ്ലഡ് ടെസ്റ്റ്സ്, ഇപ്പം പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകൾ, ഇതിന് മെഡിസിൻസ് ഒന്നുമല്ല, ഇതെല്ലാം ന്യൂട്രീഷൻസ് ആണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫുഡിലൂടെ തന്നെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ നല്ല ഡെഫിഷ്യൻ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസിൽ അലോപ്പതിക് മെഡിസിൻസ് ഉണ്ട്, 60,000 AUI. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എനിക്കതിന് ഉള്ള അവസരങ്ങളോ മീൻസ് ഞാൻ ഡോക്ടറല്ല, ഒരു മെഡിക്കൽ സയൻസിൻ്റെ രീതിയിൽ ഞാൻ ഡോക്ടറല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുമില്ല. ഇനിയും ഡോക്ടറായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. റൈറ്റ്. 2, ഇത് എന്തുകൊണ്ട് പോകുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് കോർ ഫാക്ടറിലാണ് പണിയെടുക്കേണ്ടത്. 90% ആൾക്കാർക്കും സ്ട്രെസ്സാണ്.
ആ സ്ട്രെസ്സ് വരുമ്പോൾ അവൻ്റെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അവൻ്റെ ചിന്തകൾ പോസിറ്റീവ് അല്ലാതെ ഓപ്പോസിറ്റീവായിട്ട് പോകുന്നത് എന്തുകൊണ്ട്, അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഇതിനെ പഠിച്ചാൽ, ഇതിനെ മനസ്സിലാക്കിയാൽ ഈ പോയിന്റിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായി 5 സ്റ്റേജുകളിലായിട്ട് നമുക്കിതിൽ നിന്ന് ഫുള്ളി റിക്കവർ ചെയ്യാം. ഒന്നാമത്തെ സ്റ്റേജാണ് ഞാൻ ഈ പറഞ്ഞ ചെറിയൊരു എക്സസൈസ്. അതിന് വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ പോവുക, എന്തോ വേണേലോ എൻവയോൺമെൻറ്റ്. 2, അവൻ്റെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ്, മിനിമം omega-3, വൈറ്റമിൻ B12, കോർട്ടിസോൾ ബാലൻസിങ്, ഇത് 3 സെറ്റ് ചെയ്യണം. കോർട്ടിസോൾ ബാലൻസിങ് സെറ്റ് ചെയ്യണം. ഹാപ്പി ഹോർമോൺസുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഇൻപുട്സ് നമ്മുടെ ബോഡിയിൽ കൊടുക്കണം. ഹാപ്പി ഹോർമോൺസ് ജനറേറ്റ് ചെയ്യാൻ ഇപ്പോൾ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് വളരെയേറെ ഹെൽപ്ഫുൾ ആവുന്ന മൂഡ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, ആ സെറാട്ടോണിൻ്റെ 90% ഉൽപ്പാദിപ്പിക്കുന്നത് ഒരുവൻ്റെ ശരീരത്തിൻ്റെ വയറിനകത്താണ്, ഫുഡിനകത്തൂടിയാണ്. 90%. ടെൻഷൻ ഇരിക്കുന്നതിൻ്റെ വയർ എങ്ങനെ ഇരിക്കും? ഗ്യാസ്ട്രിക് ആവും, ബ്ലോട്ടിംഗ് ആവും, ഇടയ്ക്കിടയ്ക്ക് കക്കൂസി പോകാൻ തോന്നും. ടെൻഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം നല്ലൊരു ആൾക്കാർ കക്കൂസിപ്പ് ഉണ്ടാവും. ഈ വയറ്റിലൊരു കത്തലാന്ന് പറയുക. ഇതേ സാധനം പെട്ടെന്ന് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പാമ്പ് ഇങ്ങനെ നോക്കുന്നവരുണ്ട്, അയ്യോ എന്ന് നിലവിളിച്ചിട്ട് പോകുന്നവരുമുണ്ട്, അല്ലേ? അതെ. ഈ അതെന്ത് പാമ്പെന്ന് പറഞ്ഞ് വളരെ നാച്ചുറലായിട്ട് നോക്കിയിട്ട് അത് കയറല്ലേ, അതത്രയും അത് അവൻ്റെ പഞ്ച്വലായിട്ടുള്ള അവൻ ശീലിച്ചു വന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ അതിനോടുള്ളൊരു കോൺഫിഡൻസ് ആണ്, അതിനോടില്ലാത്ത ഭയം, അതിനോടുള്ള ധൈര്യമാണ്. ഏതൊരു സാഹചര്യത്തിലും ധൈര്യം ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജ്, ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ സ്റ്റെബിലിറ്റി, അല്ലേ? മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ആക്ച്വലി ഫിയർ ഓഫ് ലോസ്, ഫിയർ ഓഫ് ഫെയിൽ, ഈ ഒരു ഘടകം നല്ല രീതിയിൽ മനുഷ്യനെ ഡ്രാഗ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. ആ ഒരു പോയിന്റിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ഫിയർ അല്ല വേണ്ട, കറേജാണ് വേണ്ടത്. ധൈര്യം കൂടാൻ എന്ത് കഴിച്ചാൽ പറ്റും? ഇവിടെ ഈ ഹോപ്പിന് എന്തെങ്കിലും കാര്യമുണ്ടോ? പോസിറ്റീവ് തോട്ട് പ്രോസസ്സ്. ഇപ്പം പലരും പറയും ഞാൻ പണ്ട് മുതലേ മനസ്സുകൊണ്ട് ചിന്തിച്ച് ആഗ്രഹിച്ചിരുന്നതാണ് ഇന്ന് നിറവേറിയെന്ന്. ആ കാര്യം അവർക്കത് കിട്ടുന്നതല്ല, അവർക്കത് വളരെ ശക്തമായ ഒരു തോട്ടാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഇപ്പം ബുർജ് ഖലീഫ, ഓക്കെ, ഇന്ന് ഈ യൂണിവേഴ്സിൽ കാണുന്ന ഈ ഒരു ഐഫോൺ, എനിത്തിങ്, ഈ കാണുന്ന ഒരു സാധനം ഏതോ ഒരാളുടെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണത്. ഫസ്റ്റ് തോട്ടാണ് അവൻ്റെ. അതിനവനെ ഗൈഡ് ചെയ്ത ഇമോഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ആ തോട്ടിലേക്ക് വന്നിട്ടാണത് അവനൊരു വൈകാരികമായി, പിന്നെ അതിന് ആവേശമായി, പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് എത്തി. അതൊരിക്കലും ഹോപ്പല്ല, പ്യൂറായിട്ട് പറഞ്ഞ ആക്ഷൻ്റെ റിസൾട്ടാണത്. ഇതിപ്പോൾ ഇങ്ങനെ മോഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ആരെങ്കിലും പണിയോണ്ട് വെക്കുമോ? ഇല്ല, അത് ഫിസിക്കൽ മാറ്ററായിട്ട് ഫോം ചെയ്യുക. അപ്പോൾ ഒരുത്തൻ്റെ ഉള്ളിൽ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരിക്കലുണ്ടായ ഒരു തോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ആ ഒരു ഇമേജ് ഇന്ന് നമ്മൾ കാണുന്ന പല ബിൽഡിങ്ങുകളും ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ആ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തൻ്റെ ആ വ്യക്തിയുടെ അവൻ്റെ മനസ്സിൻ്റെ ചിന്തയാണ്. ആ ചിന്തയ്ക്ക് രൂപം പ്രാപിച്ച് വന്നതാണ്. അത് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള തോട്ടായിട്ടായിരിക്കും അത് ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുണ്ടാവുക. അല്ല, അതുകൊണ്ടല്ല ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കൂടുതലും ആളുകളും പറയുന്നത് നാളെ ഞാൻ രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ ഹോപ്പിന് അവിടെ എന്തെങ്കിലും പ്രസക്തി? ഒരു പ്രസക്തിയില്ല. ഹോപ്പ് എന്ന് പറയുന്നത് തന്നെ പോസിറ്റീവ് തിങ്കിങ് അല്ലേ? നാളെ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നാണ് അതിനർത്ഥം. ഒരു പോസിബിലിറ്റീസും കൺഫേം അല്ല. ഈസ് ഇറ്റ് 100% ഷുവർ? ഇല്ല, അല്ലേ? രണ്ടർത്ഥം, നാളെ ഞാൻ രക്ഷപ്പെടും. ഈ രക്ഷ കഴിഞ്ഞിട്ട് പറയുന്നത് പെടും എന്നാണ്. ഈ പെടും എന്നതിന് നമ്മുടെ ആ പറയുന്നവൻ്റെ ഉള്ളിലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ കണ്ടതാണ്, എന്നല്ല അബാക്കിൻ്റെ തന്നെ ഒരു വീഡിയോ ആണ്. പെട്ടു മോനെ പെട്ടു എന്ന് പറഞ്ഞിട്ട് മറ്റെന്തോ ഒരു കേസിൽ ഏതോ അത് ഇവിടെ ഞാൻ തോന്നുന്നു, അല്ലേ? ഈ പെട്ടു അല്ലെ പെടും, നീ ഇറങ്ങിയ പെടും മോനെ. ഈ പെടും എന്നുള്ളതിനെ വാക്കിൻ്റെ കൂട്ടത്തിൽ ഒരു ഇമോഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പം താങ്കൾ പറഞ്ഞ പെടുവും ഞാൻ കാണുന്ന പെടുവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലേ? രക്ഷ ഇൻ സെൻസ് ഓഫ് ഞാൻ ആ രക്ഷ കാണുന്നത് ഐ ആം ഹെൽപ്പിംഗ് സമ്മൺ എൽസ് എന്നാ, അവനെ രക്ഷപ്പെടുത്തി, അതിനർത്ഥം ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയല്ലേ? ഈ പെട്ടു എന്ന് ചേർക്കുമ്പോഴാണ് കുഴപ്പമാവുന്നത്. ഈ പെട്ടു എന്ന് പറയുന്ന സാധനത്തിനെ എന്ത് ഇമേജായിട്ടാണ് വെച്ചിരിക്കുന്നത്, ഈ രക്ഷ എന്ന് പറയുന്ന സാധനത്തിനെ എന്ത് ഇമേജായിട്ടാണ് വെച്ചിരിക്കുന്നത്? ആദ്യമേ പണത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഈ പാറ്റേൺ ആണ് CCFലുള്ളത്. ഇതിനെ കോറായിട്ട് റീപ്രോഗ്രാം ചെയ്യണം. ഇതെങ്ങനെ പറ്റും?
അതിലേക്ക് പോകുന്നത് അത് ലാസ്റ്റ് സ്റ്റേജ് മാത്രമാണ് ത്രൂ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ത് മെഡിറ്റേഷൻ? അതെ, ധാരാളം മെഡിറ്റേഷൻ കോഴ്സുകളുണ്ട്. ഏതാണ് എഫക്റ്റീവ്? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളിൽ തുടങ്ങിയ പോയിൻ്റാണ് വീണ്ടും ചിന്തയിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലും ചിന്തകൾ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പം വീണ്ടും പെട്ടില്ലേ? അതാണ് ആ പെടിയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പെടുക എന്ന് ഇൻ സെൻസ് ബ്ലോക്ക് എന്നാണ് നമ്മളുടെ ഉള്ളിലുള്ളവരുടെ 90% ഇമേജും. പെടുക അല്ലെങ്കിൽ പെട്ടു, ബ്ലോക്ക്. ഇത് അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ കോൺഷ്യസിലും സബ് കോൺഷ്യസിലും എത്തി. അപ്പോൾ ഇതിനെ റീവയർ ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ രാഹുലിനോട് ചോദിക്കുകയാണ്, രാഹുലിന് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു ഫ്രൂട്ടിൻ്റെ പേര് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അതിനു മുമ്പ് ഇഷ്ടമുള്ള ഒരു നമ്പർ പറയാമോ എന്നും ചോദിക്കാം. ആദ്യമേ ഒരു നമ്പർ പറയുമോ? 8 അല്ലേ? 8 പറഞ്ഞതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ? ഇല്ല. ജസ്റ്റ് 8. ഓക്കെ, റൈറ്റ്. മേ ബി ഇഷ്ടപ്പെട്ടുണ്ടാവും. ഇനി ഒരു പെട്ടെന്നൊരു വെജിറ്റബിളിൻ്റെ പേര് പറയുമോ? ഉരുളക്കിഴങ്ങ്. വീണ്ടും തക്കാളി. വീണ്ടും ബീൻസ്. ഇപ്പം 3 ചോദിച്ചപ്പോൾ താങ്കൾ 3 പേരുകൾ വന്നു. താങ്കൾ 8 എന്ന് പറഞ്ഞു ആദ്യമേ. ഓക്കെ, ഞാനിപ്പോൾ താങ്കളോട് ഇനി വേറൊരു ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. അതിന് മുമ്പ് വളരെ സിമ്പിളായിട്ട് പറയാം. അതായത് 1 മുതൽ 5 ഒരു നമ്പർ പെട്ടെന്ന് പറഞ്ഞേ. 4. ഇപ്പോൾ ഇവിടെയൊക്കെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാം താങ്കൾ സ്വന്തം റാൻഡം ഡിസിഷനിൽ എടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ഒന്നും കൊണ്ടുമില്ല. ഇനി അടുത്തത് വീണ്ടും ഞാൻ പറയും, 1 മുതൽ 5 4 ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. ഇനി ഒരു നമ്പർ കൂടെ എടുക്കുക. 2. വീണ്ടും ഒരു നമ്പർ കൂടെ എടുക്കുക. 3. ഈ മൂന്നാമത് 3 എടുത്തത് കൊണ്ട് എന്തെങ്കിലും കാരണമുണ്ടോ? 2ഉം 4ഉം കഴിഞ്ഞു, പിന്നെ അതിൻ്റെ നടുക്കുള്ള 3ആണ്. ഇനി ഈ ക്യാമറയിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോലെ തന്നെ താങ്കളോട് കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. താങ്കൾ അത് കണ്ടിരുന്നോ? ഇടയ്ക്ക് കണ്ടിരുന്നു. ഓക്കെ, കൈ കണ്ടു. 3 കണ്ടിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒന്നുകിൽ താങ്കൾ ഈ ടെക്നിക്കുകളോ കാര്യങ്ങളോ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. കാരണം ഈ സൈക്കോളജിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുന്നിൽ വരുന്ന ഇമേജ് നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊരു പക്ഷെങ്കിൽ വിജയിക്കപ്പെടുക എന്ന് പറയുമ്പം അൺനോൺ ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആദ്യമേ തന്നെ 3 കാണിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ അവരതെന്താ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആയിട്ട് എടുക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ഈ മൂന്നാമത് 3 തന്നെ പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞെത്തിക്കാൻ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടെന്ന്. ആക്ച്വലി അതൊന്നുമല്ല. ഈ 3 ഇങ്ങനെ കാണിക്കുക, അല്ലെ 5 ഇങ്ങനെ കാണിക്കുക. നമ്മൾ 8 പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിൽ മുമ്പേ വെജിറ്റബിൾ പറഞ്ഞതിൽ ക്യാരറ്റ് വന്ന് പറഞ്ഞവർ മനസ്സിൽ ചിന്തിച്ചവരുണ്ടാവാം. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സിമിലാരിറ്റിയെ കണക്ട് ചെയ്യുന്ന സ്വഭാവമാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനുള്ളത്. ക്ലിയർ? അപ്പോൾ ഈ ഹോപ്പോ അല്ലെങ്കിൽ ഹോപ്പ് എന്ന് പറയുന്നതായാലും എന്ത് ഘടകമായാലും നമ്മൾ ഇതിനെല്ലാം പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അവനവൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെ എടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ചിന്തിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ അവൻ്റെ ബ്രെയിനിൽ നിന്നോ എമിറ്റ് ചെയ്യുന്ന വേവ് പാറ്റേൺസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പം ബീറ്റ വേവ് എന്ന് പറയും. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ 2 പേരുടെയും ബ്രെയിൻ വേവ്സ് ബീറ്റ ലെവലിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ കോംപ്ലിക്കേഷൻസും അനാവശ്യമായ ഓവർ തിങ്കിങ്ങും എല്ലാം പണിയെടുക്കും. തൊട്ട് താഴെ ആൽഫ സ്റ്റേജാണ്. ഇവിടെ കുറച്ച് കാംനെസ് ഉണ്ടാവും. അതായത് ഏതൊരു വ്യക്തി ഇങ്ങനെ ഉറങ്ങി കയറുന്ന സ്റ്റേജില്ലേ, കാംനെസ് ആണ്. ഇത് കോൺഷ്യസ് ഡിറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവന് ബോധതലം എന്ന് പറയുന്ന സാധനം ഡിറ്റാച്ച് ആവുന്ന ഒരു സ്റ്റേജാണ്. അവൻ അതിൽ നിന്ന് കട്ടാവും. അവിടെ വെച്ചിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം ഈ ഒരു സ്റ്റേജിൽ ബ്രെയിൻ വേവ്സിനെ എത്തിച്ചാൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എത്തിക്കണമെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പം ബ്രെയിൻ വേവിനെ താഴെ കൊണ്ടുപോകുന്ന അല്ലെ ആൽഫ ലെവലിലേക്ക് എത്തിക്കുന്ന ഏത് മെഡിറ്റേഷനും അതിന് ഹെൽപ്ഫുള്ളാണ്. അതിന് ഈസിയസ്റ്റ് മെത്തേഡ് ഏതാണോ ആ ഒരു മെത്തേഡിനെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ക്ലാസ്സസും കാര്യങ്ങളും ആയിരിക്കും നമുക്ക് ഫോളോ ചെയ്ത് നമ്മൾ അതിനെയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ഒന്നിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് അതിലേക്ക് തന്നെ മുഴുവൻ നമ്മുടെ നോട്ടം ചിന്തകളും അങ്ങനെ തന്നെ പോവാം. അതിന് വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത്
എന്താ പറയുക, ഒരു കാര്യത്തിലേക്ക് മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരിന്ന് സംസാരിക്കുന്നുണ്ടാവും. നീ അതിലിരുന്ന് കണ്ടിരുന്നോ? പെട്ടെന്ന് ആൾ തിരിച്ചു വരും. നീ കിളി പോയി എന്നൊക്കെ പറയില്ലേ? ഈ കിളി പോകുന്നത് നല്ലതാണ്, ആൽഫ സ്റ്റേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഒരാൾക്ക് മനഃപൂർവ്വം എത്തിക്കണമെങ്കിൽ സെൽഫ് മെഡിറ്റേഷൻസോ സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നൊരു സാധനമോ വേണ്ടി വരും. ആ സെൽഫ് ഹിപ്നോസിസ് ചെയ്യുമ്പോൾ ഇതെപ്പോഴാണ്, അതുകൊണ്ടാണ് ഒരാളുടെ ലൈഫിൽ ഏറ്റവും കുറഞ്ഞത് 2 സമയം അവൻ്റെ ജീവിതത്തിൽ ആൽഫ സ്റ്റേജ് വന്നു പോകുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത്, അതായത് ഒന്ന് ഉറക്കത്തിലേക്ക് പോകുമ്പോഴും മറ്റൊന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും.